നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രായമായവരിലെയും മുതിർന്നവരിലെയും ഗർഭാശയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ആശ ജി നാഥാണ് നമ്മുടെ സംശയങ്ങൾക്ക് ഇന്ന് മറുപടി നൽകുന്നത്. സ്വാഗതം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ആദ്യം തന്നെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഈ മുതിർന്നവരിലും അതുപോലെ തന്നെ പ്രായമായവരിലും സാധാരണ കണ്ടുവരുന്ന ഗർഭാശയ രോഗങ്ങൾ എന്തൊക്കെയാണ്? ക്യാൻസറിനെ കുറിച്ച് നമുക്കറിയാം, അതല്ലാതെ എന്തെല്ലാം അസുഖങ്ങൾ ഇവരിൽ കാണാം? അതെ, പ്രായമായവർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു 65 വയസ്സ് കഴിഞ്ഞവരെയാണ് പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞതുപോലെ ക്യാൻസറാണ് സാധാരണയായി കൂടുതലും ആൾക്കാർ ആശുപത്രിയിൽ വരാനുള്ള കാരണം. എന്നാൽ അവരുടെ ദൈനംദിന ജീവിതത്തിനെ കാര്യമായി ബാധിക്കുന്നതും അവർക്ക് പുറത്തു പറയാൻ ബുദ്ധിമുട്ടുള്ളതുമായ മറ്റു ഗൈനക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അതവർ സമൂഹമായി ഇടപെടുന്നതിനെ ബാധിക്കുകയും ഒറ്റപ്പെടലിലേക്കും ഡിപ്രഷനിലേക്കുമൊക്കെയും അവരെ നയിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. തീർച്ചയായും ഡോക്ടർ. അതിൽ പ്രധാനമായും അതിൻ്റെ വിവരങ്ങളിലേക്ക് പറഞ്ഞോളൂ ഡോക്ടർ, പറഞ്ഞോളൂ. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട രോഗികൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഗർഭാശയം താഴേക്ക് ഇറങ്ങി വരിക. ഒരു പ്രായം കഴിയുമ്പോൾ ഗർഭപാത്രത്തിന് സപ്പോർട്ട് നഷ്ടപ്പെടുന്നത് കാരണം ഗർഭപാത്രം താഴേക്ക് തള്ളി വരുന്നു. അതോടൊപ്പം തന്നെ മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ട്, ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകാനുള്ള തോന്നൽ, യൂറിനറി ഫ്രീക്വൻസി, എപ്പോഴും പോകണമെന്നുള്ളൊരു തോന്നൽ, പോയാൽ തന്നെയും അത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല എന്നുള്ള തോന്നൽ, യൂറിൻ പാസ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ്. പിന്നെ സാധാരണയായിട്ട് ചിരിക്കുമ്പോഴും ചുമയ്ക്കുമ്പോഴും മൂത്രം അറിയാതെ പോവുക. ഇതൊക്കെ അവർക്കൊരു സമൂഹത്തിലേക്ക് ഇറങ്ങാനും പലപ്പോഴും വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടാനും ഉള്ളൊരു പ്രവണത അവരിൽ ഉണ്ടാക്കുന്നു. മറ്റു പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അസഹ്യമായ പുകച്ചിലും നീറ്റലും, യോനി ഭാഗത്തുള്ള ഡ്രൈനസ്, പുകച്ചിൽ, നീറ്റൽ. മാസക്കുളി നിന്നതിന് ഉടനെ തൊട്ടുപുറകെയാണെങ്കിൽ അവർക്ക് സാധാരണ ഇടയ്ക്കിടെ ഉണ്ടായ ചൂട്, വെട്ടി വിയർക്കൽ, ആങ്സൈറ്റി, ടെൻഷൻ മുതലായവയ്ക്ക് ഒരു കാരണം. പിന്നെ മറ്റൊരു പ്രധാന അവരുടെ ഫാമിലി ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നത് അവർക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ്. 70കളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ വീഴ്ച, ശരീരത്തിനൊരു ബലക്കുറവ് തോന്നുക, വീഴ്ച, ഇതൊക്കെയാണ് അവരെ അഫക്റ്റ് ചെയ്യുന്ന ക്യാൻസർ അല്ലാത്ത പ്രധാന പ്രശ്നങ്ങൾ. ഡോക്ടർ, അതുപോലെ തന്നെ ഡോക്ടർ ആദ്യമേ സൂചിപ്പിച്ചു, ഈ പ്രായമായവരിലെ ഗർഭാശയ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഡോക്ടർ ഉദ്ദേശിച്ചത് ഒരു 35 വയസ്സിന് മുകളിലുള്ളവരെ കുറിച്ചാണല്ലോ. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ക്യാൻസറിനെ കുറിച്ചുള്ള ഭയങ്ങൾ ഇവരിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ക്യാൻസറിന്റെ സൂചനകൾ എന്തെല്ലാമായിരിക്കും? എന്തൊക്കെ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കണം? ഞാൻ ഇപ്പോൾ പറഞ്ഞ ലക്ഷണങ്ങൾ പ്രധാനമായും 65 മാസക്കുളി നിന്ന ആൾക്കാരെയാണ് ഉദ്ദേശിച്ചത്. 35 മുതൽ മാസക്കുളി നിൽക്കുന്നവരെയല്ല, മാസക്കുളി നിന്നതിന് ശേഷമുള്ള ആൾക്കാരെയാണ്. ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ പ്രായമായവരിൽ വന്നു കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മാസമുറ നിന്നതിന് ശേഷമുള്ള ബ്ലീഡിങ്. അത് ചെറിയ തോതിലാണെങ്കിലും വലിയ തോതിലാണെങ്കിലും അത് വെച്ചുകൊണ്ടിരിക്കരുത്. അത് ഗർഭാശയ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാകാം, ഡോക്ടറെ കാണണം. പിന്നെ ദുർഗന്ധമുള്ള യോനീസ്രവം, ബന്ധപ്പെട്ടതിന് ശേഷം ഉള്ള രക്തസ്രാവം, ഇത് ഗർഭാശയ മുഖ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാകാം. പിന്നെ സാധാരണയായി ഓവേറിയൻ ക്യാൻസർ അല്ലെ അണ്ഡാശയ ക്യാൻസർ വളരെ ലേറ്റായിട്ട് മാത്രമാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് ആൾക്കാർ ഗ്യാസ് ആണെന്ന് വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. വയറ് വീർത്തു വരിക, വിശപ്പില്ലായ്മ, ശരീരഭാരം കുറയുക, എപ്പോഴും വയറിൽ ഗ്യാസ് കെട്ടിയതുപോലെ തോന്നുക, ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് വയറ് നിറഞ്ഞതുപോലെ തോന്നുക, ഇതൊക്കെയാണ് ഈ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ. അതുകൊണ്ട് സാധാരണയായി ഓവേറിയൻ ക്യാൻസർ ലേറ്റായിട്ട് മാത്രമാണ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞ ലക്ഷണങ്ങളുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ നേരിട്ട് കണ്ട് ചികിത്സിച്ച് അതിൻ്റെ ഡയഗ്നോസിസിൽ എത്തേണ്ടതാണ്. ഡോക്ടർ, ഇപ്പോൾ ക്യാൻസറിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു, അതുപോലെ തന്നെ യോനി ഭാഗത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഈ പ്രായമായവരിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയെല്ലാം സൂചിപ്പിച്ചു. ഇതല്ലാതെയുള്ള ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമായിരിക്കും ഡോക്ടർ? ഇവയിൽ ഗുരുതരമായ രോഗങ്ങൾ ഏതെല്ലാമായിരിക്കും? നമ്മൾ സൂചിപ്പിച്ച പോലെ ക്യാൻസർ അല്ലാത്ത രോഗങ്ങളിൽ
ഗുരുതരം എന്ന് പറഞ്ഞാൽ മരണകാരണമാകുന്നവ അങ്ങനെയുള്ള അസുഖങ്ങൾ ഒന്നും തന്നെയില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ യൂറിൻ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട്, പേഷ്യൻറ്റിന് യൂറിൻ സ്മെല്ല് വരുന്നുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാരണങ്ങളൊന്നും തന്നെ ഗുരുതരമായവ അല്ല. ഇപ്പോൾ ഗുരുതര പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനും അവരുടെ ഒരു ആത്മവിശ്വാസം, അവരുടെ ഒരു സെൽഫ് എസ്റ്റീം പോകാനും അവർ ആ ഒരു കാരണം കൊണ്ട് തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ മടിക്കുന്നതുമായ ഒരുപാട് കാരണങ്ങളുണ്ട്. പിന്നെ പ്രധാനമായും ഈ പ്രായക്കാർക്ക് ഒന്ന് ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്നു. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാണും. പിന്നെ ഒരു ഗൈനക്കോളജി പരിശോധനയ്ക്ക് വിധേയയാകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ പലരും ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കണ്ട് ഇതിനൊക്കെ നമുക്ക് സഹായിക്കാവുന്നതേ ഉള്ളൂ. ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടിയാൽ ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളുള്ളവർ ദയവായി മുന്നോട്ട് വന്ന് ഡോക്ടറെ കണ്ട് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. തീർച്ചയായും ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ പലപ്പോഴും ഇത്തരം രോഗങ്ങളിൽ ഡോക്ടറെ കാണാൻ മടി കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിർബന്ധമായും ഉടൻ ചികിത്സ തേടേണ്ട കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു പലപ്പോഴും ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരം രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കിയാൽ നമുക്കൊരു പരിധി വരെ ഇതിനെ തടയാൻ സാധിക്കുമെന്ന്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ട ഒരു സാഹചര്യം എപ്പോഴാണ്? എങ്ങനെയാണ് നമുക്ക് ഈ രോഗങ്ങളെ തടയാൻ സാധിക്കുക ഡോക്ടർ? അതായത് അബ്നോർമൽ ബ്ലീഡിങ്, മെൻസസ് നിന്നവർക്ക് 6 മാസത്തിന് ശേഷം എപ്പോൾ ബ്ലീഡിങ് ഉണ്ടായാലും, അത് ചെറിയ തരത്തിലുള്ള ബ്ലീഡിങ് ആണെങ്കിലോ കൂടുതൽ ബ്ലീഡിങ് ഉണ്ടെങ്കിലോ കാണണം. ദുർഗന്ധമുള്ള യോനി സ്രവം കാണുന്നെങ്കിൽ, ഡിസ്ചാർജ് കാണുന്നെങ്കിൽ ഡോക്ടറെ കാണണം. ബന്ധപ്പെട്ടതിന് ശേഷം രക്തമയമായിട്ടോ ബ്ലീഡിംഗ് ആയിട്ടോ ഉണ്ടെങ്കിൽ കാണണം. വയറ് വീർത്തു വരിക, വയറ് അസാധാരണമായി വീർത്തു വരിക, വിശപ്പില്ലായ്മ, ശരീരത്തിന് ഭാരം കുറയുക, വയറിലെ തടിപ്പ് തോന്നുക, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ലക്ഷണങ്ങളുള്ളവർ. അതുപോലെ തന്നെ അപൂർവമായിട്ട് ചൊറിച്ചിൽ, മാറാത്ത ചൊറിച്ചിൽ, യോനി മുഖത്തുള്ള തൊലിപ്പുറത്തുള്ള അസഹ്യമായ ചൊറിച്ചിൽ, അതൊരു പക്ഷേ അവിടുത്തെ സ്കിന്നിൻ്റെ ക്യാൻസർ ആവാനൊരു സാധ്യതയുണ്ട്. പല ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും അത് മാറിയിട്ടില്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണുകയും ബയോപ്സി എടുത്ത് അതിൻ്റെ ഫർദർ ചികിത്സ ചെയ്യേണ്ടതും ആവശ്യമാണ്. ഡോക്ടർ ഇപ്പോൾ ഈ മെൻസസ് നിൽക്കുന്ന സമയത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. പലപ്പോഴും ഈ മെനോപോസ് സംഭവിക്കുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും ശാരീരിക ബുദ്ധിമുട്ടുകൾക്കൊപ്പം തന്നെ മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ ശരീരഭാഗങ്ങളെ ബാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പലപ്പോഴും മൂഡ് സ്വിങ്സ് പോലെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. സ്ത്രീകൾക്ക് സ്ത്രീത്വം കൊടുക്കുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. അത് അണ്ടാശയം അല്ലെങ്കിൽ ഓവറിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മാസമുറ നിൽക്കുന്നത് അണ്ടാശയം അല്ലെങ്കിൽ ഓവറിയുടെ പ്രവർത്തനം നിൽക്കുമ്പോഴാണ്. ആ പ്രവർത്തനം നിൽക്കുമ്പോൾ ഹോർമോൺ ഉൽപ്പാദനവും നിൽക്കുന്നു. ഈ ഈസ്ട്രജൻ എന്ന ഹോർമോണ് ഗർഭാശയത്തിൽ മാത്രമല്ല അതിൻ്റെ പ്രവർത്തനം. അതിന് ഒരു സ്ത്രീയുടെ ഓവറോൾ അവളുടെ ബ്രെയിനിൽ, ഹാർട്ട്, ബോൺ, സ്കിൻ, ഇതിലെല്ലാം അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബ്രെയിനിലുള്ള ഈസ്ട്രജൻ്റെ ഇഫക്റ്റ് കാരണമാണ് ആ മൂഡ് സ്റ്റെബിലിറ്റി, മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ ഓരോ ഓർഗൻസിലും, ഇപ്പോൾ ഹൃദയത്തിൻ്റെ കാര്യമാണെങ്കിലും ഹൃദയത്തിൽ ഈസ്ട്രജൻ സ്ത്രീക്കൊരു സപ്പോർട്ടാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ മാസമുറ മുന്നതിന് ശേഷം ഈസ്ട്രോജൻ്റെ അളവ് കുറയുന്നത് കാരണം 60 വയസ്സിന് ശേഷം രണ്ടുപേരുടെയും റിസ്ക് ഈക്വലായി ആകുന്നു. അതായത് സ്ത്രീക്ക് പുരുഷനോളം തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള റിസ്ക് ഉണ്ടാകുന്നു. എല്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെയാണ്. ബോണിൻ്റെ കാര്യത്തിലാണെങ്കിലും ബോൺ സ്ട്രെങ്തിന് വളരെ ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഹോർമോണാണ് ഈസ്ട്രോജൻ. അതായത് നമ്മുടെ എല്ലാണ്, സ്കെലിറ്റൽ സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിൻ്റെ കാൽഷ്യം ബാങ്കായി പറയപ്പെടുന്നത്. ആ ഹോർമോൺ കാൽഷ്യം ബോണിന് എപ്പോഴും സ്ഥിരമായിട്ട് റീമോഡലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലിൽ നിന്ന് കാൽഷ്യം പുറത്തു പോകുന്നു, ആ കാൽഷ്യം തിരിച്ച് അബ്സോർബ് ചെയ്യുന്നു. അത് എല്ലാ സ്ത്രീകളും, ഈവൻ 30 വയസ്സുള്ള സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ബോണിൻ്റെ സ്ട്രെങ്ത്. 30-40 വയസ്സ് വരെ ഈ റീമോഡലിംഗ് കറക്റ്റായിട്ട് കഴിയും. അതിനുശേഷം ബോണിന് സ്ട്രെങ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് എക്സർസൈസ് ചെയ്യുകയും ഡയറ്റ് ശ്രദ്ധിക്കുകയും വേണം. അതോടൊപ്പം തന്നെ മാസമുറ നിന്ന സ്ത്രീകൾക്കാണെങ്കിൽ നമ്മൾ കാൽഷ്യം സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. കാൽഷ്യം, വൈറ്റമിൻ D3 മുതലായവയൊക്കെ സപ്ലിമെൻറ്റ് ചെയ്യണം. എന്നാലേ ബോൺ സ്ട്രെങ്ത് ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാം, പ്രായമുള്ള സ്ത്രീകൾ ഒരു ചെറിയ വീഴ്ച കൊണ്ട് തന്നെ അവർ പൊട്ടലും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ കാരണം ഈ ബോൺ സ്ട്രെങ്ത് നഷ്ടപ്പെടുന്നതാണ്.
വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, അതുപോലെ തന്നെ ഇത്തരം രോഗങ്ങൾക്കുള്ള ചികിത്സാ രീതികൾ എന്തെല്ലാമായിരിക്കും? ഇത് കാര്യം മാരകമായ രോഗങ്ങൾ അല്ലെങ്കിൽ പോലും ഓരോന്നിനെയും അതിൻ്റെതായ രീതിയിൽ എടുത്ത് ചികിത്സിക്കുന്നതാണ് നല്ലത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായും ഇവർ വരാനുള്ള ഒരു കാര്യം ഗർഭപാത്രം താഴേക്ക് തള്ളി വരിക എന്നുള്ളതാണ്. ഗർഭപാത്രം താഴേക്ക് തള്ളി വരാനുള്ളൊരു കാര്യം പ്രായത്തോടനുബന്ധിച്ച് ഗർഭപാത്രത്തിൻ്റെ സപ്പോർട്ടുകൾ ഈസ്ട്രജൻ ഹോർമോൺ ഇല്ലാത്ത കാരണം പ്രായത്തിൻ്റെതും പ്രസവത്തിൻ്റെതും ഭാഗമായിട്ട് താഴേക്ക് തള്ളി വരുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് ചികിത്സ വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ ഒരുപാട് റിസ്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ മിക്കവാറും ഇവർക്ക് പലർക്കും ഹാർട്ടിന് അസുഖം, ഷുഗർ, ഓപ്പറേഷനെ അനസ്തീഷ്യക്ക് റിസ്ക് ഉണ്ടാകുന്ന അസുഖങ്ങളുള്ള ആൾക്കാർ. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഈ വിഷയത്തിൽ സംശയവുമായി ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. പന്തളത്ത് നിന്ന് നബീസയാണ്. നബീസ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ നബീസ. എനിക്ക് 57 വയസ്സുണ്ട്. എനിക്ക് ഒരു മാസമായി വയറിന്റെ ഇടതുവശത്ത് ഒരു ചെറിയൊരു നെല്ലിക്ക പോലെ തടിപ്പ് കാണുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. തടിപ്പ് മാത്രമേ ഉള്ളോ? വേദനയുണ്ടോ? വേദനയൊന്നുമില്ല. അപ്പൊ ഞാന് തടിപ്പ് മാത്രമേ ഉള്ളൂ അതോ വേദനയില്ല, തടിപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് യൂട്രസ് ഇല്ല. 14 വർഷമായി യൂട്രസ് റിമൂവ് ചെയ്തിട്ട്. അപ്പൊ അതെന്തോന്ന് അറിയാം ഡോക്ടർ. ഞാൻ ഒരു സർജറി കഴിഞ്ഞ ആളാണ്. വയറിന്റെ ഇടതുവശത്ത്. പറഞ്ഞോളൂ. പൊക്കിളിന്റെ ഇടതുവശത്തായിട്ട്. വയറിന്റെ ഇടതുവശത്ത് ഒരു തടിപ്പ് മാത്രം കാണുന്നു. വേദനയില്ലാത്തൊരു തടിപ്പ് അല്ലേ? ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇത് കേട്ടിടത്തോളം ഒരു ഹെർണിയ ആവാനാണ് ചാൻസ്. നമ്മളൊരു ഓപ്പറേഷൻ കഴിയുമ്പോഴും പ്രായമായി കഴിയുമ്പോഴും നമ്മുടെ വയറിൻ്റെ ഭിത്തിക്ക് ബലക്കുറവുണ്ടായതിനു ശേഷം നമ്മുടെ വയറിലെ പ്രഷർ കൂടുമ്പോൾ അത് ചെറുതായൊരു തടിപ്പ് പോലെ കാണും. അപ്പോൾ ഈ വേദനയില്ലാത്ത സമയത്ത് അത് കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഇതെന്താണ് എന്നുള്ളത് ഒരു ഡോക്ടറെ കണ്ട് പരിശോധിച്ച് തന്നെ തീരുമാനിക്കണം. കേട്ടിടത്തോളം ഹെർണിയായിട്ടാണ് തോന്നുന്നത്. സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഏതായാലും യൂട്രസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അതോ അണ്ടാശയ ഓവറിയും എടുത്തിട്ടുണ്ടോ? ഇല്ല, യൂട്രസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു കുട്ടിയേ ഉള്ളൂ. എനിക്ക് 3 ആദ്യത്തെ അബോർഷൻ ആയിപ്പോയി. രണ്ടാമത്തത് വളർച്ചയില്ലാതെ എടുത്തു കളഞ്ഞു. മൂന്നാമത്തത് ഒന്ന് പ്രസവിച്ച് മരിച്ചുപോയി. 4ാമത്തെ ഒരു കുട്ടിയേ ഉള്ളൂ എനിക്ക്. ഓക്കെ. ഓക്കെ. അപ്പം 2 പ്രസവമാണ്. ഒരു ഓപ്പറേഷൻ, യൂട്രസ് എടുക്കുന്ന ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. 57 വയസ്സായി. ഓക്കെ. ഏതായാലും ഒരു ഡോക്ടറെ ഏതായാലും കാണണം. ഒരു സ്കാൻ, ഡോക്ടറെ പറഞ്ഞതുപോലെ സ്കാൻ ചെയ്യുന്നത് നല്ലതാണ്. കാരണം അണ്ടാശയങ്ങൾ അവിടെ ഉണ്ടല്ലോ, അതിനെ ഒന്ന് അസസ് ചെയ്യാനായിട്ട് ഒരു സ്കാൻ നോക്കുന്നത് നല്ലതാണ്. വേറെ വിശപ്പില്ലായ്മ അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഹലോ, അടുത്ത കാലത്ത് ക്ഷീണിക്കുകയോ ഭാരം കുറയുകയോ അങ്ങനെ വിശപ്പില്ലായ്മയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല ഇല്ല, ഭാരമൊന്നും കുറയുന്നില്ല. നല്ല ഭാരമുണ്ട്. കേൾക്കുന്നില്ലല്ലോ. 70 കിലോ. അപ്പൊ കുഴപ്പമില്ല. ആദ്യം ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക. ഓക്കെ. അപ്പോൾ ആദ്യം ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക, ഗൈനക്കോളജി പരിശോധന ചെയ്യുക. അതിനുശേഷം സ്കാൻ ചെയ്ത് ഓവറിയുടെ സ്റ്റാറ്റസും കൂടെ ഒന്ന് നോക്കുക. തീർച്ചയായും ഡോക്ടർ, നബീസയ്ക്ക് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ, ഇപ്പോൾ പ്രേക്ഷക ഗർഭപാത്രം നീക്കം ചെയ്തതിനെ പറ്റിയെല്ലാം സൂചിപ്പിച്ചു. അപ്പോൾ പലപ്പോഴും ഈ ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എപ്പോഴായിരിക്കും? ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടത് പ്രായമായവരിലും അല്ലാത്തവരിലും ഒക്കെ അതിൻ്റെ കാരണങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പം നമ്മൾ പ്രായമായവരിലെ കാരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ഗർഭപാത്രം നീക്കം ചെയ്യുന്നത് ക്യാൻസർ എന്തെങ്കിലും സംശയിക്കുമ്പോഴാണ്.
അതായത് നമ്മൾ യൂട്രസിന് ക്യാൻസർ, പിന്നെ അണ്ടാശയത്തിന് ക്യാൻസർ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഗർഭപാത്രവും അണ്ടാശയവും കൂടെ നീക്കം ചെയ്യുന്നു. ചില സ്ത്രീകൾക്ക് ക്യാൻസർ ഇല്ലാതെ തന്നെ ഇടവിട്ട് ബ്ലീഡിങ് ഉണ്ടാകാറുണ്ട്. മെൻസസിന് ശേഷം, മാസക്കുളി നിന്നതിന് ശേഷം തന്നെയും ഇടയ്ക്കിടെ ബ്ലീഡിങ് ഉണ്ടാകാറുണ്ട്. അവർക്കും നമ്മൾ, അതായത് ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും നമ്മൾ ക്യാൻസർ ഡിറ്റക്ഷൻ വിട്ടുപോകാനുള്ളൊരു സാധ്യതയുണ്ടോ എന്ന് കരുതി അവർക്കും നമ്മൾ യൂട്രസ് റിമൂവ് ചെയ്യാറുണ്ട്. പിന്നെ പ്രായാധിക്യമുള്ളവരിൽ യൂട്രസ് റിമൂവ് ചെയ്യുന്നത് താഴേക്ക് തള്ളി വരുന്ന അവസ്ഥയിൽ അതുകൊണ്ട് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ട്, മൂത്രം പോകാൻ ബുദ്ധിമുട്ട്, ഒരു പരിധിയിൽ കൂടുതൽ താഴേക്ക് ഇറങ്ങി വന്നാൽ മൂത്രനാളിക്ക് വളവുണ്ടായിട്ട് അത് കിഡ്നിയെ വരെ ബാധിക്കാനുള്ള അപൂർവ സാധ്യതകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണക്കിലെടുത്താണ് പ്രായമുള്ളവരിൽ പ്രധാനമായും നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്. ചെറുപ്പക്കാരിൽ ചെയ്യുന്നത് മരുന്ന് കൊണ്ട് നിൽക്കാത്ത ബ്ലീഡിങ്, വലിയ മുഴകൾ, ഫൈബ്രോയിഡ് പോലുള്ള വലിയ മുഴകൾ, ഓവറിയിൽ സിസ്റ്റ്, ട്യൂമർ മുതലായവയൊക്കെയാണ്. ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ഇടപെടുകയാണ്. ഒരു പ്രേക്ഷക ചേരുന്നുണ്ട് സംശയവുമായി. കോഴിക്കോട് നിന്ന് മീനുവാണ്. മീനു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, എനിക്ക് 67 വയസ്സുണ്ട് ഡോക്ടറെ. പിന്നെ ഒരു 4 വർഷം കൊണ്ട് ഒരു 7 കിലോ തൂക്കം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡോക്ടറെ കാണിച്ച് പല ചെക്കപ്പ് നടത്തി. തൈറോയിഡ് ഉണ്ട്, പക്ഷെ 58 കിലോ ഉള്ളത് ഇപ്പൊ 50 കിലോ ആണുള്ളത്, 51 കിലോ ആണുള്ളത് ഇപ്പൊ. അപ്പം ബാറ്റ് ടെസ്റ്റുകളൊക്കെ നടത്തി. അങ്ങനെ ഡോക്ടർ ജനറൽ മെഡിസിനെ കാണിച്ച സമയത്ത് ഒന്ന് അബ്ഡമൻ USG ചെയ്യാൻ പറഞ്ഞു. USG ചെയ്തപ്പോൾ അതിൽ നോ ഒബ്വിയസ് ഒരു ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോൾ യൂട്രസ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. മറ്റ് വേറെ ബുദ്ധിമുട്ടുകളോ വിശപ്പില്ലായ്മയോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ വെയിറ്റ് കുറയുന്നതിന് ഉള്ളു പരിശോധന അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേറെ തൈറോയിഡിന്റെ ഒരു പ്രശ്നം, ഷുഗർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാസ്റ്റിങ്ങിൽ 119, 117, 120 അങ്ങനെ 6.4 HbA1c അങ്ങനെയൊക്കെ ഷുഗർ ഉണ്ട്. ഭക്ഷണം കഴിച്ചാലും 140 താഴെയായിട്ട് ഇങ്ങനെ നിൽക്കും. 30, 40, 45 ഒക്കെ ഇടയിൽ നിൽക്കും. അത്രയേ ഉള്ളൂ. ഷുഗറൊന്നും ഇതുവരെ വന്നിട്ടില്ല. പ്രഷറും ഇല്ല. വന്നിട്ടില്ല. തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നുണ്ടല്ലേ? തൈറോയിഡിന് 15 മരുന്ന് കഴിക്കുന്നുണ്ട്. 15 വർഷമായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോഴൊന്നും വെയിറ്റ് കുറഞ്ഞില്ല. 50 ആയിരുന്നു. ഇപ്പൊ ഡോക്ടറെ കാണിച്ചപ്പം 62.5 ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ വീക്കില്. അതിപ്പോ ഒറ്റയടിക്ക് ഈ 4 ദിവസം കൊണ്ട് 7 കിലോ വിശപ്പില്ലാതെ 4 വർഷം കൊണ്ട് അതായത് 4 വർഷം കൊണ്ട് 4 വർഷം കൊണ്ട് 7 കിലോ കുറഞ്ഞു. ഡയറ്റ് എന്തെങ്കിലും നോക്കിയിരുന്നോ? ഡയറ്റ് എന്തെങ്കിലും നോക്കിയിരുന്നോ? വണ്ണം കുറയ്ക്കാനായിട്ടോ? അതായത് എന്തെങ്കിലും പ്രത്യേകിച്ച് അസുഖങ്ങൾ വേറെ ഒന്നുമില്ല. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് സ്ട്രെസ് ഉണ്ടോ? മാനസികമായ ടെൻഷൻ, സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടോ? സ്ട്രെസ് കുറച്ചുണ്ടാവും. പെട്ടെന്ന് സ്ട്രെസ് വരുന്ന ആളാണ്. അപ്പൊ നമ്മള് ഒരു ഏജ് കഴിഞ്ഞ് അപ്പൊ സ്ട്രെസ് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ ആദ്യം കേട്ട 4 ദിവസം എന്നാണ്. 4 വർഷമാണെങ്കിൽ സ്ട്രെസ്, ഒരു ക്രോണിക് സ്ട്രെസ് ഒരു കാരണമാകാം. ആ സ്ട്രെസ് വന്നപ്പോൾ പ്രധാനമായി നമ്മുടെ ഭക്ഷണ രീതിയാകാം ഇതിനകത്തുള്ള കാര്യം. പ്രധാനമായും നമ്മൾ പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഒരു പ്രായമായി കഴിഞ്ഞാൽ പ്രധാനമായും ഫാറ്റ് കൂടും. നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം കുറച്ചിട്ട് ഫാറ്റ് കൂടിയിട്ട് പ്രോട്ടീൻ, മസിൽ മാസ് കുറയും. ആ മസിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കണം. എല്ലാവരും സാധാരണ ഇഷ്ടംപോലെ ചോറും അല്പം കറികളും മാത്രം കഴിക്കുന്നതാണ്. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അത് വെജിറ്റേറിയൻ ആവാം, നോൺ വെജിറ്റേറിയൻ ആവാം. അതായത് നമുക്ക് പയറുവർഗ്ഗങ്ങൾ, കടല അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വെജിറ്റബിൾ പ്രോട്ടീൻസ് ആണെങ്കിൽ സോയാബീൻ പോലെയുള്ള പയറുവർഗ്ഗങ്ങൾ, മീൻ, ഇറച്ചി, മുട്ട, ഇതൊക്കെ എല്ലാ ഡയറ്റിലും പ്രോട്ടീൻ നിർബന്ധമായിട്ടും കാണണം. കഞ്ഞിയും ചമ്മന്തിയും മാത്രം പോരാ, അതിൻ്റെ കൂടെ കടലയോ പയറോ അങ്ങനെ എല്ലാ ദിവസത്തെ ഡയറ്റിലും പ്രോട്ടീൻ മസ്റ്റായിട്ട് നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പം ഈ പ്രോട്ടീൻ ലോസ് ആയിരിക്കാം, പ്രോട്ടീൻ ഭക്ഷണ രീതിയാകാം ഒരു പരിധി വരെ ഈ മസിൽ മാസ് കുറയാനായിട്ട്, വെയിറ്റ് കുറയാനായിട്ട് സാധിച്ച. തൈറോയിഡ് 50 തൈറോയിഡിൽ ഇത്രയും വെയിറ്റ് കുറയേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഒരു ഏജ് കഴിഞ്ഞാൽ ഗൈനക്കോളജി പരിശോധന എല്ലാ വർഷവും നടത്തുന്നത് നല്ലതാണ്. ഒരു ഹോൾ ടെസ്റ്റ്. കാരണം ഗൈനക്കോളജി പരിശോധന ബ്രസ്റ്റിൻ്റെ പരിശോധന ഉൾപ്പെടെ മൊത്തം പരിശോധന ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്.
ഡോക്ടറെ കാണണം. നമുക്ക് സെർവൈക്കൽ ക്യാൻസറിൻ്റെ പല സ്ക്രീനിങ് ഉണ്ട്. പാപ്സ്മിയർ എടുക്കാം. ബാക്കി പരിശോധനകളും സ്കാനും ഉൾപ്പെടെ ഒരു ഫുൾ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഡോക്ടർ, സംശയവുമായി മറ്റൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ശൂരനാട് നിന്ന് മുഷ്റയാണ്. മുഷ്റ, ഡോക്ടറോട് ചോദിക്കാം. മുഷ്റ, ചോദിച്ചോളൂ. ഹലോ മുഷ്റ. ഹലോ ഡോക്ടർ. ഹലോ ഡോക്ടർ, നമസ്കാരം. പറഞ്ഞോളൂ ഡോക്ടർ. എനിക്ക് 2 മാസം കൊണ്ട് നമസ്കാരം, പറഞ്ഞോളൂ. ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ യൂറിൻ പരിശോധിച്ചപ്പം അതിനകത്ത് ബാക്ടീരിയ കണ്ട്. അങ്ങനെ കൾച്ചർ ചെയ്യാൻ വിടാൻ പറഞ്ഞു. കൾച്ചർ ചെയ്തതിനു ശേഷം ആന്റിബയോട്ടിക് ഒന്ന് കുറഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നാളത്തെ കുഴപ്പമില്ലായിരുന്നു. വീണ്ടും അത് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായി. എനിക്കിപ്പോ 2 മാസമായിട്ട് സ്ഥിരമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ യൂറിൻ പരിശോധിച്ചപ്പം അതിൽ വീണ്ടും പസൽസ് കണ്ട്. അങ്ങനെ ഡോക്ടറെ കാണിച്ച വെള്ളം കുടിക്കാൻ പറയുന്നതല്ല, പിന്നെ ഒന്നുകൂടെ കൾച്ചർ എനിക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ആയപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു യൂട്രസിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് കൊണ്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലും പരിശോധന നടത്താൻ. അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഡോക്ടർ? പറഞ്ഞതിൽ അല്പം സത്യമുണ്ട്. എത്ര വയസ്സുണ്ട് മുഷ്റയ്ക്ക്? എനിക്കിപ്പം 44 വയസ്സായി. എത്ര വയസ്സുണ്ട് മുഷ്റയ്ക്ക്? എനിക്കിപ്പം 44 വയസ്സുണ്ട്. മെൻസസ് ഒന്നും നിന്നിട്ടില്ല? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ. പ്രസവമായിരുന്നോ? കുട്ടികൾ എത്ര പേരാ? പ്രസവമായിരുന്നു? 2 ആൺകുട്ടികളാണ്. 2 സുഖപ്രസവമായിരുന്നു. ഹലോ. 2 നോർമൽ ഡെലിവറി. നോർമൽ ഡെലിവറി പ്രസവമായിരുന്നു. ഓക്കെ. താഴേക്ക് തള്ളിവര്. ഓക്കെ. കുട്ടികള് വലിയ കുട്ടികളായിരുന്നോ? തൂക്കം കൂടുതലുള്ള കുട്ടികളായിരുന്നോ അതോ ആവറേജ് സൈസുള്ള കുട്ടികളായിരുന്നോ? ഒരാള് 3.25, ഒരാൾ. പ്രസവം ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു. 3.25, 3.5. അപ്പോൾ ഇത് ഒരു ഈ ഇടവിട്ട് മൂത്രത്തിൽ പഴുപ്പിന് ഒരു കാരണം ഈ മൂത്രസഞ്ചിക്ക് ഇടിവ് വരുന്നതാകാം. കാരണം മൂത്രസഞ്ചിക്ക് ഇടിവ് വന്നു കഴിഞ്ഞാൽ മൂത്രം കെട്ടിക്കിടക്കാനും ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം ചെയ്തതൊക്കെ കറക്റ്റാണ്. യൂറിൻ കൾച്ചർ ചെയ്ത് അതിനനുസരിച്ചുള്ള ആന്റിബയോട്ടിക് കഴിക്കുക. പക്ഷേ എന്നാലും വിട്ടുമാറാതെ നിൽക്കുന്ന യൂറിനറി ഇൻഫെക്ഷന് ഒരു ഡോക്ടറെ, ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് മൂത്രസഞ്ചിക്ക് ഇടിവുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് അതിന് വേണ്ടത് ഡോക്ടർ അതിൻ്റെ ആധിക്യം അനുസരിച്ച് എന്താ വേണ്ടതെന്നുള്ളത് ഡോക്ടർ പറഞ്ഞു തരും. ഓക്കെ മാഡം, താങ്ക് യു. ഓക്കെ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ. വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ, ഈ പ്രേക്ഷകയ്ക്ക് മുൻപ് ഡോക്ടർ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം, ഈ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് റൊട്ടീൻ ചെക്കപ്പിന് പോകുന്നത് നല്ലതായിരിക്കുമെന്നാണ്. ഡോക്ടർ, അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളതും. ഈ മുതിർന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞവർ വല്ലപ്പോഴും ഈ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമായിരിക്കും ഡോക്ടർ? അതുപോലെ തന്നെ ചികിത്സാ രീതികളെക്കുറിച്ചും വ്യക്തമാക്കാമോ? അതെ. നമുക്ക് ചികിത്സാ രീതികളെക്കുറിച്ച് ആദ്യം ജസ്റ്റ് അങ്ങ് പറഞ്ഞ് തീർക്കാം. ചികിത്സാ രീതികൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഗർഭപാത്രം താഴേക്ക് തള്ളി വരുന്ന അവസ്ഥയെക്കുറിച്ചാണ്. അതിന് ചില സിറ്റുവേഷൻസിൽ ഓപ്പറേഷൻ തന്നെ വേണ്ടി വരും. അത് ഡോക്ടർ കണ്ടിട്ട് തീരുമാനിക്കും. ഓപ്പറേഷന് അനസ്തീഷ്യ റിസ്ക് ഉള്ള ആൾക്കാർക്ക് ഒരു വളയം, പെസറി എന്ന് പറയും, ഒരു റിങ് പോലൊരു സാധനം, അത് ഉള്ളിലേക്ക് ഇട്ട് വെച്ചാൽ ഗർഭപാത്രം നോർമൽ പൊസിഷനിൽ ഇരിക്കും. അതൊരു 3 തൊട്ട് 6 മാസം വരെ കൂടുമ്പോൾ അത് മാറ്റിയാൽ മതി, ഇടയ്ക്കിടയ്ക്ക് മാറ്റിയാൽ മതി. വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് അസഹ്യമായ ചൊറിച്ചിലും നീറ്റലും ചൊറിച്ചിലിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ചൊറിച്ചിൽ പ്രത്യേകിച്ച് ഈ പ്രായമായവർക്ക്, ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റേതായ ചികിത്സ ചെയ്യുക. അല്ല, ഹോർമോണൽ പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിൽ ഹോർമോണിൻ്റെ ജെല്ല് നമുക്ക് അവൈലബിൾ ആണ്, അത് ഉപയോഗിക്കാവുന്നതാണ് നീറ്റലും ചൊറിച്ചിലും ഒക്കെ മാറ്റാനായിട്ട്. പിന്നെ ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന മറ്റൊരു പ്രശ്നം, അതായത് ഈ ശരീരം വെട്ടി വേർക്കുക, ഇടയ്ക്ക് അമിതമായി ചൂട് തോന്നുക, ഒരു നെഞ്ചിടിപ്പ്, ടെൻഷൻ, അതിനൊക്കെ വാസോമോട്ടോർ സിംറ്റംസ് എന്ന് പറയും. സാധാരണയായിട്ട്. ഹലോ, പറഞ്ഞു ഡോക്ടർ. ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, പുനലൂരിൽ നിന്നും ആബിദയാണ്. ആബിദ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം ഡോക്ടർ. ഹലോ ആബിദ. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. എനിക്ക് 60 വയസ്സായി. ചോദിച്ചോളൂ. എനിക്ക് 60 വയസ്സുണ്ട്. പിന്നെ എനിക്ക് 2 പ്രസവമായിരുന്നു, ഓപ്പറേഷൻ ആയിരുന്നു. അതിപ്പോ എനിക്ക് ഈ
ഇപ്പോ ഈ വയറ് ശലം വീർത്തിട്ട് ഗ്യാസിന്റെ പോലെ വീർത്തിട്ട് പിന്നെ ഒരു അസ്വസ്ഥത പോലെ ഉണ്ട്. അങ്ങനെ അത് എന്തുവാന്നുള്ള അറിയത്തില്ല. ഇപ്പൊ ഈ ചോദിക്കുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കേട്ടോണ്ടിരിക്കുന്നേ, ഞാൻ അതുകൊണ്ടാ പെട്ടെന്ന് ഒത്തിരി നേരം കൊണ്ട് തുടങ്ങിയപ്പോ തൊട്ടേ വിളിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തൈറോയ്ഡ് ഉണ്ട്. അത് ഞാൻ ഇപ്പൊ ഒരു വേറെ ഉഴപ്പെന്ന് വെച്ചാൽ തല ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അല്ല, തലച്ചോറിലോട്ടുള്ള ബ്ലഡ് കട്ടിയായി. അപ്പൊ അതിന് ന്യൂറോളജിയെ കണ്ട് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വയറിങ്ങനെ വീർത്ത് വരുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ സംശയം ചോദിക്കുന്നു. ഓ ശരി. അല്ല, ഞാൻ ഇപ്പം ഗ്യാസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്യാസും സ്ത്രീകളിലും മാസമുറ നിന്ന സ്ത്രീകൾക്ക് ക്യാൻസർ ആവണമെന്നില്ല. നമ്മൾ കറക്റ്റായിട്ട് വിട്ടുമാറാത്ത അസുഖം വരികയാണെങ്കിൽ, വയറിൻ്റെ പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ, ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല, ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് വേറെ ആരൊന്നും കണ്ടിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യം കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം വയറിൻ്റെ മുകൾ ഭാഗത്താണോ വേദന, ബുദ്ധിമുട്ട്? വേദനയായിട്ടില്ല. വയറിൽ ആഹാരം കഴിക്കുമ്പോ ഇങ്ങനെ ചെറിയ വയറാ, ചെറിയ ആളാ, ഇച്ചിരി വയറ് വീർത്ത് വരുമ്പോ എന്തോ ഒരു അസ്വസ്ഥത പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്ന് അറിയാനാ ചോദിച്ചത്. തുടർച്ചയായിട്ട് ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഇതുണ്ടെങ്കിൽ അപ്പം എല്ലാ പ്രായക്കാർക്കും വർഷത്തിൽ ഒരു ഗൈനക്കോളജി പരിശോധന അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്ന് അറിയാനാ ചോദിച്ചത്. തുടർച്ചയായിട്ട് ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഇതുണ്ടെങ്കിൽ അപ്പം എല്ലാ പ്രായക്കാർക്കും വർഷത്തിൽ ഒരു ഗൈനക്കോളജി പരിശോധന ചെയ്യുന്നത് നല്ലതാണ്. അതിന്റെ ഭാഗമായിട്ട് ഡോക്ടറെ ഒന്ന് കണ്ടു നോക്കൂ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയാം. എന്നിട്ടും വിട്ടുമാറാത്ത വയറിന്റെ പ്രശ്നം ആണെന്നുണ്ടെങ്കിൽ ഗൈനക്കോളജി പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ കണ്ടാൽ മതി. പിന്നെ ചിലപ്പോൾ ഈ മരുന്ന് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ടും കുറച്ച് മരുന്നുകൾ കഴിക്കുന്നുണ്ടാവുമല്ലോ ആവിധ, അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ടും ഈ വയറെരിച്ചിൽ അല്ലെങ്കിൽ ഈ വയറിൻ്റെ ഗ്യാസ് പോലത്തെ ബുദ്ധിമുട്ട് അതുകൊണ്ട് വേണമെങ്കിലും ആകാം. ഏതായാലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അടുത്തങ്ങ് കണ്ടിട്ടില്ലെങ്കിൽ, ഒരു 1-2 വർഷത്തിനുള്ളിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടൊരു ചെക്കപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അത് മാറിയില്ലെങ്കിൽ ഗ്യാസ്ട്രോ കാണിക്കണം, വയറിൻ്റെ പ്രശ്നത്തിന് ഗ്യാസ്ട്രോ എൻട്രോളജി ഡോക്ടറെ. പിന്നെ വിശപ്പില്ലായ്മയും ശരീരത്തിന് ക്ഷീണമൊന്നും വരാത്തത് കൊണ്ട് ഇത് ഗ്യാസ് തന്നെ ആകായിരിക്കും എന്ന് കരുതാം. പ്രേക്ഷകർക്ക് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഒരുപാട് സംശയങ്ങളെല്ലാം ചോദിക്കേണ്ടതായിട്ടുള്ള വിഷയമായിരുന്നു. പക്ഷേ സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രം ഇന്നത്തെ ഹലോ ഡോക്ടറോട് അവസാനിക്കുകയാണ്. പ്രായമായവരിലെ ഗർഭാശയ രോഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിച്ചത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ആശ ജി നാഥാണ്. വളരെയധികം നന്ദി ഡോക്ടർ.